ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴായി ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ. അതായത് ഞാൻ വിചാരിച്ചു അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരാൾ മാത്രമായിരിക്കും കാണുക. നേരെ മറിച്ച് ഞാനത് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ച് പേരൊക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമളനാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് നടത്തി വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. syamalanarayanan@yahoo.in ആണ്. അപ്പോൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ പലപ്പോഴായി എന്നോട് ചോദിച്ചിട്ടുള്ള കമൻറ്റുകളെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിലെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ പാർട്ടിയുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ എവിടെയാണ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ പാർട്ടിയെ ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ടെലിഫോൺ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എവിടെയാണ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടാലി ERPയിലാണെന്നുണ്ടെങ്കിൽ ടാലി ERP യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ പ്രൈം യൂസ് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. കാരണം എന്താ വെച്ചാൽ ടാലി ERPയിൽ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിച്ചാൽ ആ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. പക്ഷേ പ്രൈമിൽ അത് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം നമുക്ക് ഒരു പാർട്ടിയുടെ ലെഡ്ജർ എടുത്ത് നോക്കാം. ഇപ്പോൾ ഓൾട്ടർ സെലക്ട് ചെയ്തിട്ടെടുത്തു, ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഇതിൽ ഞാനൊരു പാർട്ടിയുടെ ലെഡ്ജർ എടുത്തു. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ F12 അടിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ഈ പാർട്ടിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഇവിടെ കാണില്ല. ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും ഈ ഒരു സ്ക്രീനിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ടാലി പ്രൈമിലാണെങ്കിൽ നമ്മൾ ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ റൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും മോർ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും പാർട്ടി ഡീറ്റെയിൽസ് എന്നിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കുക. ഇവിടെയാണ് നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഫോണ്, മൊബൈൽ, ഫാക്സ്, ഇമെയിൽ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യാനോടത്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ റൈറ്റിൽ മോർ ഡീറ്റെയിൽസ് ആണ് അടിക്കേണ്ടത്. നെക്സ്റ്റ് ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ക്യാഷ് സെയിൽ ആയിരിക്കും നടത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ക്യാഷ് സെയിൽ നടത്തുന്ന സമയത്ത് ആ പാർട്ടി പറയുകയാണ്, നമ്മൾ ക്യാഷ് സെയിൽ നടത്തുമ്പോൾ സാധാരണ പാർട്ടീസ് അക്കൗണ്ട് നെയിം ക്യാഷാണ് കൊടുക്കുള്ളൂ. പക്ഷെ അവർക്ക് പ്രിന്റിൽ പാർട്ടിയുടെ പേര് വരും വേണം. അതായത് ക്യാഷ് സെയിൽസ് ആണ്, പക്ഷെ പ്രിന്റ് എടുക്കുമ്പോൾ പാർട്ടിയുടെ പേര് വരണം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, സെയിൽസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ക്യാഷ് എന്നുള്ളത് അടിച്ചു, ഞാൻ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സാണ് വരിക. ഇവിടെ ബയർ ഓർ ബിൽ ടു. അപ്പോൾ ഇവിടെ നമ്മളാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ക്യാഷ് കൊടുത്തു. ഇവിടെ മെയിലിംഗ് നെയിം എന്നുള്ളടത്ത് നമുക്ക് ആ പാർട്ടിയുടെ പേര് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഇപ്പോൾ രാജ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിയാണ് ഞാൻ കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഞാനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രമേഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിയുടെ പേര് കൊടുത്തു. ഞാനിത് എൻ്റർ അടിച്ചു കഴിഞ്ഞു. ഇനി ഞാനിതിൻ്റെ പ്രിൻ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് സെലക്ട് ചെയ്തു, മുകളിൽ പ്രിൻ്റ് സെലക്ട് ചെയ്തു, ഇവിടെ കറണ്ട് സെലക്ട് ചെയ്തു, ഇവിടെ പ്രിവ്യൂ സെലക്ട് ചെയ്തു. അപ്പോൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് F4 അടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ അടിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ രമേഷ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതായത് ക്യാഷ് സെയിലാണ്, പക്ഷേ പാർട്ടിയുടെ പേര് പ്രിന്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ക്യാഷ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് വരില്ല. അപ്പോൾ ഈ ഒരു ബോക്സ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. അതായത് സെയിൽസ് വൗച്ചറിൻ്റെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 അടിക്കുക. ഇവിടെ ഒരു ഓപ്ഷൻ കാണും പ്രൊവൈഡ് ബയർ ഡീറ്റെയിൽസ്. ഇത് S കൊടുത്തുകൊണ്ടാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ നോ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഇവിടെ നോ കൊടുത്തു കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് കേഴ്സർ പോവുള്ളൂ, ആ ബോക്സിലേക്ക് വരില്ല. അപ്പോൾ പാർട്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ F12 അടിച്ചു കഴിഞ്ഞിട്ട് പ്രൊവൈഡ് ബയർ ഡീറ്റെയിൽസിൻ്റെ ഓപ്ഷൻ S കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ രീതി ചെയ്യേണ്ടത്. തേർഡ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഡൗട്ടാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് GST ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നില്ല. അതായത് അവരെല്ലാം സെറ്റിംഗ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്, എന്നിട്ട് GST ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ GST ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണെന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. കുറച്ച് മിസ്റ്റേക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ GST ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. അപ്പോൾ ഓരോ മിസ്റ്റേക്കുകളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം.
അപ്പോൾ ഞാനിപ്പോൾ ഒരു എൻട്രി ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാനൊരു പർച്ചേസിൻ്റെ എൻട്രി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഞാനിപ്പോൾ ഒരു പാർട്ടി ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പർച്ചേസിൻ്റെ എൻട്രിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഞാൻ എൻ്റർ അടിച്ചു. ഇവിടെ പാർട്ടിയുടെ പേര് കൊടുക്കാം. ഇപ്പോൾ ടോം എന്നുള്ള രാജ് എന്നുള്ള പാർട്ടിയുടെ പേര് കൊടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഐറ്റം ഇവിടെ അടിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു ഐറ്റം അടിക്കുന്നു. ഇപ്പോൾ ജീപ്പ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഐറ്റം അടിക്കുന്നു. ടെഡി ബെയർ എന്നുള്ളൊരു ഐറ്റം അടിക്കുന്നു. എൻ്റർ അടിച്ചു. ഇവിടെ ഞാൻ ക്വാണ്ടിറ്റി കൊടുത്തു. ഒരു 10 എണ്ണം കൊടുത്തു. അതിൻ്റെ റേറ്റ് വന്നു. എൻ്റർ അടിച്ചു. ഇനി ഇവിടെയാണ് ഞാൻ CGSTയും SGSTയും കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടെടുക്കാം. CGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ ഞാനിവിടെ SGST സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഈ ഒരു ബില്ലിൽ ഇത് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരു പർച്ചേസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. പർച്ചേസിലെ ബിൽ നമ്പർ കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. പാർട്ടിയുടെ പേര് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ പർച്ചേസ് കാണിച്ചു. ഇവിടെ ഞാൻ ഐറ്റം കാണിക്കണം. അപ്പോൾ ഞാൻ റൈസ് എന്നുള്ളൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ റൈസ് എന്നുള്ളൊരു ഐറ്റം കാണിച്ചു. ക്വാണ്ടിറ്റി കൊടുത്തു. ഇപ്പോൾ ഒരു 50 ക്വാണ്ടിറ്റി കൊടുത്തു. അതിൻ്റെ റേറ്റ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഒന്നുകൂടി എൻ്റർ അടിച്ചു. ഇവിടെ ഞാൻ CGST കൊടുത്തു. അതേപോലെ തന്നെ താഴത്താണെന്നുണ്ടെങ്കിൽ SGSTയും കൊടുത്തു. പക്ഷേ ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് വരുന്നില്ല. അപ്പോൾ ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ ഈ കേസിൽ ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നില്ല. അപ്പോൾ ടാക്സ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ടാക്സ് വരാത്തുള്ളതെങ്കിൽ നമുക്കൊന്ന് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നിടത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നിടത്തേക്ക് പോയി. ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നിടത്തേക്ക് പോയിട്ട് ഈ ഐറ്റത്തിൻ്റെ അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ കൺട്രോൾ എൻ്റർ എന്നുള്ള കീ ആണ് അടിക്കേണ്ടത്. അതിനെ ഓൾട്ടർ ചെയ്യാനുള്ള കീ ആണ് കൺട്രോൾ എൻ്റർ. ഇവിടെ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചു. ഈ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാക്സ് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടാക്സിൻ്റെ റേറ്റ് സെറ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇവിടെ എവിടെ ചെയ്യാച്ചാൽ ഇവിടെ അപ്ലിക്കബിൾ എടുത്തു. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിൻ്റെ അവിടെ യെസ് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനും HSN കോഡ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ടാക്സബിളിലേക്ക് സെറ്റ് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമ്മൾ ടാക്സിൻ്റെ റേറ്റ് കൊടുക്കണം. ഇവിടെ 5% കൊടുത്തു. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻട്രി. അപ്പോൾ കണ്ടോ ഇവിടെ ടാക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റീസൺ ആണ്. എന്താണ് കാരണം? ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടാക്സ് റേറ്റ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ CGSTയും SGSTയും വരില്ല. ഇനി അടുത്ത മിസ്റ്റേക്ക് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യണ സമയത്താണെന്നുണ്ടെങ്കിൽ ഈ പർച്ചേസിൻ്റെ ലെഡ്ജർ ചെയ്യണ സമയത്ത് കൺട്രോൾ എൻ്റർ അടിച്ചു. ഇവിടെ GST അപ്ലിക്കബിൾ എന്നുള്ളിടത്ത് അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ടാക്സ് വരില്ല. അതായത് ഇവിടെ അങ്ങനെ ചിലപ്പോൾ നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇവിടേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ടാക്സ് വരില്ല. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫസ്റ്റിന് നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ നമ്മുടെ ടാക്സ് റേറ്റുകൾ നമ്മളവിടെ സെറ്റ് ചെയ്തിട്ട് വെക്കണം. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ GST അപ്ലിക്കബിൾ എന്നുള്ളിടത്ത് നമ്മൾ അപ്ലിക്കബിളിലേക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് എടുക്കണം. ഈ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമുക്ക് ടാക്സുകൾ നമുക്ക് 2 തരത്തിലുള്ള ടാക്സുകൾ ഉണ്ട്. ഒന്ന് CGST SGST ഉണ്ട്. രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ IGST ഉണ്ട്. അതായത് വേറൊരു സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ IGST ആണ് കൊടുക്കുക. അപ്പോൾ ഈ പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കെയർഫുൾ ആകണം. കാരണം നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് ഇപ്പം നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തത് കേരളയാണെന്ന് വിചാരിക്കുക. സ്റ്റേറ്റ് കേരളയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി ഏതാണ് സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. കാരണം സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരിക. അതായത് കേരളമാണ് കൺട്രി, അതായത് കേരളമാണ് നമ്മളുടെ കമ്പനി നിൽക്കുന്നത്. കേരളത്തിൽ തന്നെയാണ് നമ്മൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ CGSTയും SGSTയും ആണ് വരിക. എന്നാൽ കേരളത്തിൻ്റെ പുറത്തുനിന്നാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ IGST ആണ് വരിക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രാജിൻ്റെ ഒന്ന് ഓർഡർ ചെയ്യാം. കൺട്രോൾ എൻ്റർ അടിച്ച് നോക്കി. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് കേരള തന്നെയാണ്. അപ്പോൾ CGSTയും SGST മാത്രമാണ് അവിടെ അപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ CGSTയും SGSTയും ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ CGSTക്കും SGSTക്കും പകരം ഞാനിപ്പോൾ ഒന്ന് ഇവിടെ IGST കൊടുത്ത് നോക്കാം. ഞാനിവിടെ എൻ്റർ അടിച്ചു. ഇവിടെ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് IGST എന്നുള്ളൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതായത് വേറെ സ്റ്റേറ്റ് ഇത് വാങ്ങിക്കുമ്പോൾ അപ്പോൾ IGST സെലക്ട് ചെയ്തിട്ടെടുത്തു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ GST സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ടാക്സ് വരില്ല. കാരണം എന്താണ്? നമ്മൾ നിൽക്കുന്നത് കേരളയാണ്. നമ്മുടെ ഈ പാർട്ടിയും എന്താണ് കൊടുത്തിരിക്കുന്നത്? കേരളയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് മാത്രമേ വരുള്ളൂ? CGSTയും SGSTയും മാത്രമാണ് അവിടെ ടാക്സ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ CGSTയും SGSTയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ടാക്സ് വരും.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ലെഡ്ജറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാക്സ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കെയർഫുൾ ആകണം. എങ്ങനെയാണ്? അപ്പോൾ CGST എന്നുള്ളത് അടിച്ചു, ഇവിടെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് എന്നുള്ളത് CGST കൊടുത്തു, ടാക്സ് ടൈപ്പിൽ നമ്മൾ സെൻട്രൽ ടാക്സ് CGST അടിച്ച കാരണം ഇവിടെ സെൻട്രൽ ടാക്സ് എടുത്തു. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി SGST ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ അടിച്ചു, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GST കൊടുത്തു. ഇവിടെ സ്റ്റേറ്റ് ടാക്സിലേക്കാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമാണ് ടാക്സുകൾ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ വീഡിയോയിൽ ഓരോ പാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഒരു വീഡിയോയിൽ തന്നെ ഇതെല്ലാം ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ യൂസ്ഫുൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകൾ ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതായത് ഇങ്ങനെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആവശ്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്യാം. ചിലപ്പോൾ പല വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടത്തൊരു റീച്ച് കിട്ടാറില്ല, അപ്പോൾ നമുക്ക് മടിയാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ അതാണ് ടാക്സുകളുടെ കാര്യത്തിൽ വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ സെയിൽ ചെയ്യണത്. അപ്പോൾ സെയിൽ ചെയ്യണ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസിൻ്റെ റേറ്റ് അറിയണം. സെയിൽസിൻ്റെ എൻട്രി ചെയ്യുകയാണ്, അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് പോയി നോക്കേണ്ട ആവശ്യമില്ല. സെയിൽ ചെയ്യുമ്പോൾ തന്നെ ആ ഐറ്റം എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്, കാരണം അതിൻ്റെ മുകളിലാണല്ലോ നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ട് ആ ഐറ്റം വിൽക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീനൊന്നും മാറ്റാതെ തന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് അറിയണം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെയിൽസിന് എൻട്രി ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു, അതിൽ സെയിൽസ് എടുത്തു. ഇപ്പോൾ ഞാൻ പാർട്ടീസ് അക്കൗണ്ട് നെയിമിൻ്റെ അവിടെ ക്യാഷ് എന്നുള്ളത് കൊടുത്തു, ജസ്റ്റ് എൻട്രി അടിച്ചു. ഇവിടെ എൻട്രി അടിച്ചു. ഇവിടെ ഞാൻ ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ജീപ്പ് എന്നുള്ളൊരു ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുത്തു, ജസ്റ്റ് എൻട്രി അടിച്ചു. ഇപ്പോൾ ഞാനിവിടെ ക്വാണ്ടിറ്റി 5 എന്നുള്ളത് കൊടുത്തു. ഇനി എനിക്കിപ്പോൾ ഇതിൻ്റെ പർച്ചേസിൻ്റെ റേറ്റ് അറിയണം. അതിനനുസരിച്ചാണ് എനിക്കിവിടെ സെല്ലിംഗ് റേറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പർച്ചേസിൻ്റെ റേറ്റിൻ്റെ മുകളിൽ പ്രോഫിറ്റ് എടുത്തിട്ടാണല്ലോ നമ്മൾ ആ ഐറ്റത്തിന് സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുക. അപ്പോൾ എനിക്ക് ഈ സ്ക്രീനിൽ നിന്ന് ക്വിറ്റ് ചെയ്യാതെ തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ എനിക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിൽ ഗോ ടു ക്ലിക്ക് ചെയ്യുക. അതിലൊരു ഓപ്ഷൻ ഇവിടെ കാണും, സ്റ്റോക്ക് ക്വയറി എന്ന് പറഞ്ഞിട്ട്. ഈ സ്റ്റോക്ക് ക്വയറി സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് അതിൽ ഏത് ഐറ്റമാണ്, ഇപ്പോൾ നമ്മൾ ജീപ്പ് എന്നുള്ള ഐറ്റമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ജീപ്പ് എന്നുള്ള ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോയാണ് വരിക. ഇവിടെ നെയിം ജീപ്പ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ടോയ്സ് എന്നുള്ള ഗ്രൂപ്പിലായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്ലോസിംഗ് ബാലൻസ് ഇവിടെ കാണിക്കും 96 അതിൻ്റെ കോസ്റ്റ് പ്രൈസ് പറയുന്നത് ഇവിടെ 247 രൂപ 40 പൈസയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആവറേജ് കോസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് പറയുന്നത് 250 രൂപയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇവിടെയും കാണിക്കും ക്ലോസിംഗ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെയും കാണിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ലാസ്റ്റ് പർച്ചേസ് ഡോൺ. അപ്പോൾ നമുക്ക് 3 ഡേറ്റുകൾ ഇവിടെ കാണിക്കും. പാർട്ടിയുടെ പേര് കാണിക്കും. ഒന്ന് ക്യാഷ് ആയിരുന്നു, 2 പാർട്ടിയുടെ പേരിലുള്ള റേറ്റുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഓരോ പർച്ചേസുകളുടെ എൻട്രി ഇവിടെ കാണിക്കും. ലാസ്റ്റ് പർച്ചേസ് നമ്മൾ ഈ ഐറ്റം ഏതൊക്കെ പാർട്ടികളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ അതിൻ്റെ പർച്ചേസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണിക്കും. ഈ ഒരു കോളത്തിലെ പർച്ചേസിലെ ലാസ്റ്റ് പർച്ചേസ് ഡോൺ, അതിൻ്റെ ഡേറ്റ്, പാർട്ടിയുടെ നെയിം, ക്വാണ്ടിറ്റി, റേറ്റ്, ഇനി ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൻ്റെ റേറ്റ്, എമൗണ്ട് കാണിക്കും. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെയിൽസിൻ്റെ കാര്യങ്ങളാണ് കാണിക്കുക. സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സോൾഡ് ഓൺ എന്നാണ് ലാസ്റ്റ് സെയിൽ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡേറ്റ്, പാർട്ടിയുടെ പേര്, ക്വാണ്ടിറ്റി, റേറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഐറ്റം സെയിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. അടുത്ത കോളത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗോഡൗൺ ഓർ ബാച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കും. നമ്മൾ ഏത് ഗോഡൗൺ വൈസ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എവിടെയാണ് കിടക്കുന്നത്, ഏത് ഗോഡൗണിലാണ് കിടക്കുന്നത്, സ്റ്റോക്ക് ഏത് ഗോഡൗണിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുക ക്ലോസിംഗ് ബാലൻസ്. നമ്മളിവിടെ നേരത്തെ മോളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ക്ലോസിംഗ് ബാലൻസ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 96 ഉള്ളത് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കും. അതേപോലെ തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റം ഓഫ് സെയിം ഗ്രൂപ്പ്, നമുക്ക് ഈ ഒരു ഗ്രൂപ്പിലുള്ള ഏതൊക്കെ ഐറ്റംസ് ആണോ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ആ ഐറ്റംസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. നമ്മുടെ അപ്പോൾ നമ്മുടെ ടോയ്സ് എന്നുള്ളൊരു ഗ്രൂപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഡോളുണ്ട്, ജീപ്പുണ്ട്, കിഡ്സ് കാർ ഉണ്ട്, ടെഡി ബെയർ ഉണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ക്വയറി എന്നുള്ള റിപ്പോർട്ട് നമ്മൾ അടിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വേറെ ഐറ്റംസ് കാണണം വിചാരിക്കുക. ഇപ്പോൾ ജീപ്പ് മാത്രമാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റോക്ക് ഐറ്റം ക്ലിക്ക് ചെയ്താൽ മതി.
അത് നമുക്ക് ഇതിൽ ഏത് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഡോളാണോ അല്ലെങ്കിൽ കിഡ്സ് കാറാണോ ഏത് ഐറ്റം വേണ്ടിച്ചെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുത്താലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള റിപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ചേഞ്ച് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചേഞ്ച് വ്യൂ ക്ലിക്ക് ചെയ്യാം. ചേഞ്ച് വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിലേറ്റഡ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് കാര്യം പറഞ്ഞാൽ ടോപ്പ് ബയേഴ്സ് ഓർ സെല്ലേഴ്സ്. ഈ ഐറ്റം വാങ്ങിച്ചിരിക്കുന്നത് ടോപ്പ് ബയേഴ്സും സെല്ലേഴ്സിൻ്റെയും പേരുകൾ ആരൊക്കെയാണ്. അപ്പോൾ നമുക്ക് അത് അറിയണമെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് രാജു ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ഒന്ന് ക്യാഷാണ്. അപ്പോൾ ബയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത് ഇവിടെ രാജു ഉണ്ട്, അതേപോലെ തന്നെ ക്യാഷും ഉണ്ട്. ജസ്റ്റ് നമ്മൾ വീണ്ടും ഒന്ന് എസ്കേപ്പ് ചെയ്തു. വീണ്ടും നമ്മൾ ഇവിടെ ചേഞ്ച് വ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ നമുക്ക് മന്ത്ലി സമ്മറി എടുക്കാം. രണ്ടാമത്തെ കാര്യമാണ് മന്ത്ലി സമ്മറി. നമുക്ക് മന്ത്ലി സമ്മറി ഈ ഐറ്റം നമ്മളുടെ മന്ത്ലി സമ്മറി, മന്ത്ലി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, എത്ര വിറ്റു എത്ര വാങ്ങിച്ചു, നമുക്ക് മന്ത് വൈസ് ആയിട്ട് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഏപ്രിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏപ്രിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇപ്പം നമ്മുടെ ഏപ്രിലെ പർച്ചേസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ഈ ഒരു റിപ്പോർട്ടിലൂടെ നമ്മൾക്ക് അറിയാൻ പറ്റും. അടുത്തത് വീണ്ടും ഇവിടെ വെച്ചിട്ട് ചേഞ്ച് വ്യൂ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കാണിക്കും മൂവ്മെൻറ്റ് അനാലിസിസ്. ഈ ഐറ്റത്തിന് എന്തുമാത്രം മൂവ്മെൻ്റ് ആണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. മൂവ്മെൻറ്റ് അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും മൂവ്മെൻറ്റ് ഇൻവേർഡ്. അപ്പോൾ നമ്മളുടെ സപ്ലയറുടെ പേര് കാണിക്കും. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെല്ലറുടെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് സെല്ലറുടെ ഡീറ്റെയിൽസും ഇവിടെ വരും. ഇപ്പോൾ നമ്മൾ ഈ ഐറ്റം സെയിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ സെല്ലറുടെ ഡീറ്റെയിൽസ് വരില്ല. അപ്പോൾ സപ്ലയറുടെ പേര് കാണിക്കും. ഏതൊക്കെ ഇതിലാണ് നമുക്ക് ക്യാഷും രാജു ആയിരുന്നു, അതിൽ എത്രയായിരുന്നു, ക്വാണ്ടിറ്റി എത്രയുണ്ടായിരുന്നു. നമുക്ക് ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ക്വാണ്ടിറ്റി എത്രയുണ്ട്, അതിൻ്റെ ബേസിക് റേറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഇഫക്റ്റീവ് റേറ്റ് എത്ര രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇഫക്റ്റീവ് റേറ്റ് നോക്കിയിട്ടാണ് ഈ ഐറ്റത്തിന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് നിശ്ചയിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ക്വയറിയിലൂടെ നമുക്കറിയാം. അപ്പോൾ സ്റ്റോക്ക് ക്വയറി എന്ന് പറഞ്ഞാൽ ടാലിയെ സംബന്ധിച്ച് എന്താണ്, ഒരു പവർഫുൾ റിപ്പോർട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സ്റ്റോക്ക് ക്വയറി ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എന്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ചേഞ്ച് വ്യൂ. എല്ലാ ഐറ്റംസും കാണണമെങ്കിൽ നമ്മളിവിടെ എന്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്, സ്റ്റോക്ക് ഐറ്റമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഐറ്റത്തിൻ്റെ പർച്ചേസ് റേറ്റ് അറിയാൻ പറ്റും. ഇപ്പോൾ ഐറ്റത്തിൻ്റെ പർച്ചേസ് റേറ്റ് നമുക്ക് ഇവിടെ കിട്ടി 250 രൂപയാണ് പർച്ചേസ് റേറ്റ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പ്രോഫിറ്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ നിന്ന് നമ്മൾ പോകുന്നില്ല, നമ്മളിപ്പോൾ സെയിൽസിൻ്റെ സ്ക്രീനിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ചെയ്താൽ മതി. എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റേറ്റ് അടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ്, ഇപ്പം നമുക്ക് നേരെ എസ്കേപ്പ് ചെയ്ത് ക്വിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പോയിട്ട് വേണം നമുക്ക് അതിൻ്റെ റേറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ആ ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് നമ്മൾക്ക് അറിയാൻ പറ്റും. ഇനി അടുത്ത ഡൗട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഡെയിലി ക്യാഷ് ബാലൻസുകൾ നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിലാവുമ്പോൾ നമ്മളോട് ഡെയിലി നമ്മൾ ചെക്ക് ചെയ്യണം. ഡെയിലി വൈകുന്നേരം പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാഷും സിസ്റ്റത്തിലെ ക്യാഷും നമ്മൾ ഈക്വൽ ആക്കിയിട്ട് വേണം പോകാൻ. ഒരു പൈസ പോലും വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ ഗോറ്റൂലേക്ക് പോയി ഗോറ്റൂൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാഷ് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ക്യാഷിൻ്റെ ലെഡ്ജർ വന്നു. ഒന്നും കൂടി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും. ഇവിടെ നമ്മൾ മന്ത് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഓരോ ഡേറ്റിലും നമ്മളുടെ കയ്യിലുള്ള ആക്ച്വൽ വൗച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് പോകാം. അപ്പോൾ നമ്മുടെ അന്നത്തെ ക്ലോസിംഗ് ബാലൻസിലേക്ക് നമുക്ക് മുട്ടിക്കണം. ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ പൈസ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് നമ്മൾ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ തിരിച്ച് സംഭവിക്കുക, സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ കൊടുത്തതിലെ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഡെയിലി നമ്മൾ വൈകുന്നേരം നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.